നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. JB ജംഗ്ഷനിലെ ഇന്നത്തെ അതിഥി ആരായിരിക്കണം? ഒരൊറ്റ സിനിമയിലൂടെ, ഒരൊറ്റ കഥാപാത്രത്തിലൂടെ, എന്തിനേറെ ഗേളി എന്ന പെൺകുട്ടിയിലൂടെ മലയാളിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നമ്മുടെ സ്വന്തം നദിയ മൊയ്തു. അവരെ സ്വാഗതം ചെയ്യാം. നദിയ, ഞാൻ കൈപിടിച്ച് കുലുക്കിയപ്പോൾ വളരെ സൂക്ഷിച്ചാണ് കുലുക്കിയത്. എന്താ കാരണം അറിയോ? എന്താ അവിടെ എന്തൊരു ഇല്ല, അത് ആക്ച്വലി ഞങ്ങളൊരു പുതിയ പ്രഷർ കുക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ മെയ്ഡിന് അത് ഉപയോഗിക്കാനായിട്ട് ഇച്ചിരി പേടി. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ ഉപയോഗിക്കാം. അപ്പോൾ ധൃതി വെച്ച് കുക്കിംഗ് ചെയ്താൽ എപ്പോഴും ഉള്ള പ്രോബ്ലം. അപ്പോൾ ആ സ്റ്റീം കുറച്ച് വന്ന് എൻ്റെ കൈ കൊണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒരു ബ്ലിസ്റ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലോകത്തോടെല്ലാം പറഞ്ഞിരിക്കുകയാണ് നദിയ നല്ലൊരു പാചകക്കാരിയാണ്. ഇതൊരു നമ്പറാണെന്ന് എനിക്ക് സംശയമില്ല. ഇല്ല, അതൊരു ഫാമിലി എടുത്ത് ചോദിച്ചാൽ മതി. നന്നായി കുക്ക് ചെയ്യും? തരക്കടില്ലാതെ കുക്ക് ചെയ്യും. ആണോ? ഏതാണ് ഇഷ്ടപ്പെട്ട? ഇന്ത്യൻ ആണ് നാച്ചുറലി വരുന്നത്, പക്ഷേ മക്കൾക്കൊക്കെ ഇറ്റാലിയൻ ഇഷ്ടമാണ്. അവർക്ക് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാറില്ലേ? നല്ലോണം ഉണ്ടാക്കും. ചിക്കൻ മട്ടൺ രണ്ടും. ചിക്കൻ മട്ടൺ ഫിഷും. പക്ഷെ ശരീരത്തൊന്നും കാണാനില്ലല്ലോ. അത് ഞാൻ തീറ്റയ്ക്കേ ഉള്ളൂ. എല്ലാവർക്കും സ്ട്രെസ്സും കൊടുക്കും, ഭക്ഷണം കൊടുക്കും അല്ലേ? രണ്ടും യഥേഷ്ടം കൊടുക്കും. അതെ. നദിയ മൊയ്തു, ഒരുപാട് പേരാണ്. സെറീന, നദിയ, നാദിയ. എങ്ങനെയാണിത് നദിയെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ചിലപ്പോൾ എനിക്ക് തന്നെ അതൊരു വലിയ കൺഫ്യൂഷനാണ്. ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് സോഷ്യൽ സർക്കിൾസിലൊക്കെ ഞങ്ങളിങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും സരീനായിട്ടാണ് തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. കാരണം അവർക്കൊന്നും എന്നെ നദിയായിട്ട് അറിഞ്ഞൂടാ. പിന്നെ അതിൽ വല്ലവരും സൗത്ത് ഇന്ത്യൻസ് ഉണ്ടെങ്കിൽ അവർ പറയും പക്ഷെ നിങ്ങൾക്ക് നദിയായിട്ട് നല്ല സാമ്യം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ നദിയും കൂടിയാണ്. അങ്ങനെ സോ ഇറ്റ് ഡസ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. സിനിമ ക്രൗഡിലാണുമ്പം ഞാൻ നദിയായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇഫ് ഇറ്റ്സ് നോട്ട് എ സിനിമ ക്രൗഡ് ഐ എം പ്യോർലി സരീന. നദിയുടെ ആ ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, രൂപം, ഭാവങ്ങൾ, ഇതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഞങ്ങൾ ആദ്യ സിനിമയിൽ കണ്ട അതേ നദിയ മൊയ്തുവിൻ്റെ എല്ലാ ഭാവങ്ങളും ഇവിടെ ഇപ്പോഴും ഇവിടെ പ്രകടിപ്പിക്കുന്നു. ശരിയല്ലേ? ഇതൊരു അത്ഭുതം തന്നെ ആയിട്ടാ. താങ്ക് യു. ഇതിനെന്തെങ്കിലും ഒരു സൂത്രവിദ്യ ഉണ്ടോ? സൂത്രമില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐ തിങ്ക് ജെനറ്റിക്സ്. പേരൻസിൻ്റെ ജീൻസ് ഉണ്ട്, അതൊരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. പിന്നെ ഇത് അമ്മ വഴി കിട്ടിയതാണോ അതെയോ ഉപ്പ വഴി കിട്ടിയതാണോ? രണ്ടുപേരും ഇല്ലാതെ ഞാൻ ഉണ്ടാവില്ലല്ലോ. അതല്ല, ഈ ഫ്രെയിം ആരുടെയാണ്? ഇല്ല, ഫ്രെയിം എനിക്ക് തോന്നുന്നു രണ്ടുപേരും മത്സരിച്ചു ഫ്രെയിം തരാൻ വേണ്ടിയിട്ട്. സോ ഐ തിങ്ക് കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടില്ലാതെ ഒന്നും നടക്കൂല. സോ ഞാൻ എക്സസൈസ് ചെയ്യും. എനിക്ക് ആക്ച്വലി നല്ലോണം കഴിക്കാനും ഇഷ്ടമാണ്, പക്ഷെ അതുപോലെ എനിക്ക് എക്സസൈസ് ചെയ്യാനും ഇഷ്ടമാണ്. സോ ഐ കൈൻഡ് ഓഫ് ബാലൻസ് ബോത്ത് ടുഗദർ. ഒരു എക്സസൈസ് ഫ്രീക്ക് ആണോ? അതെ ആണ്. അതെ, ഒരു പ്രാന്താണ്. കൈൻഡ് ഓഫ് പ്രാന്ത്. അതെൻ്റെ ഒരു പാഷനാണ്. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ സ്ട്രെസ്ഡ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒത്തിരി മടി തോന്നുകയാണെങ്കിലും ശരി, ഞാൻ അവർക്ക് ഒരു നടന്നിട്ടൊന്ന് വന്നാലോ യു ജസ്റ്റ് ഗെറ്റ് ദിസ് സെക്കൻഡ് ബൗട്ട് ഓഫ് എനർജി. സോ അതെനിക്കൊരു നടക്കും. ഓഹോ, അതൊരു രോഗമായി മാറിയിരിക്കുകയാണല്ലോ. ഇല്ല, എനിക്ക് നടക്കാൻ ഇഷ്ടമാണ്. ഞങ്ങൾ പുറത്ത് ജീവിക്കുമ്പോഴും ലണ്ടനിലും അമേരിക്കയിലും ഉണ്ടായിരുന്നപ്പോഴും നടക്കുമായിരുന്നു, കുറേ ബൈസിക്കിൾ ചവിട്ടുമായിരുന്നു. സോ എനിക്കതൊക്കെ വോളിബോളൊക്കെ കളിക്കായിരുന്നല്ലേ? കുറച്ചൊക്കെ ത്രോ ബോൾ കളിക്കുമായിരുന്നു കോളേജ് സമയത്തൊക്കെ കഴിക്കും. ഇത് നദിയുടെ ഈ രൂപഘടനയെക്കുറിച്ച് ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ നദിയുടെ വളരെ അടുത്ത ആൾക്കാർ പോലും അതിൽ അസൂയപ്പെടുന്നുണ്ട്. അങ്ങനെ അസൂയുള്ള ഒരാളെ ഞാൻ കൊണ്ടുവരട്ടെ? ആണോ? വരട്ടെ. ഞാൻ ഓസ്കറൊക്കെ കിട്ടിയതിന് ശേഷം എനിക്കൊരു ദിവസം വളരെ സർപ്രൈസായിട്ട് നദിയുടെ ഒരു മെസ്സേജ് വന്നു. അങ്ങനെ വി ആർ വെരി പ്രൗഡ് ഓഫ് യു ആൻഡ് ഐ ജസ്റ്റ് കുഡൻറ്റ് ബിലീവ് ഇറ്റ്. നദിയ എന്നെ വിളിച്ചു. said we are hosting a dinner for you, please are you free? അപ്പോൾ നമ്മളൊരു ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചു. നദിയ ഹോസ്റ്റഡ് എ ഡിന്നർ ഫോർ മീ. അപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് പാർട്ടിക്ക് പോകുമ്പോൾ ഞാനും വൈഫും 2 കുട്ടികളുണ്ട്. then I was just looking at Nadia and I still the same person, that bubbly, that energetic, that running around, and she made everything to make me comfortable because there were a lot of people that I didn't know from other sectors. So I just want to ask you one thing. What is the secret of your energy? What is the secret of your youthfulness? I just can't put a finger to it. Rasool indeed, എനിക്ക് റസൂലിനെ വലിയ പരിചയമില്ലായിരുന്നു. പക്ഷേ റസൂലിന് ആ ഓസ്കർ കിട്ടിയപ്പം
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റസൂൽ ആ സമയത്ത് കൊടുത്തൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് ലോട്ട് ഓഫ് ഡെപ്ത്. ഓസ്കർ വാങ്ങിയ ശേഷം when he was accepting the award എന്ന് പറഞ്ഞു, it had lot of depth. And actually that got me thinking, and I said he seems like a very intelligent man. എനിക്ക് റസൂലിനെ കുറിച്ച് ഇതിന് മുമ്പ് അറിയില്ലായിരുന്നു. But it was a very proud moment. ഞാൻ ആക്ച്വലി ഫാസിൽ അങ്കിളിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് റസൂലിൻ്റെ നമ്പർ ഒന്ന് തരണം, I want to give him a congratulatory note. അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചു തരുന്ന റസൂൽ. ഇറ്റ് വാസ് വെരി കൈൻഡ് ഓഫ് ഹിം. കാരണം റസൂലിന് ആ സമയത്ത് കുറേ മെസ്സേജസ് കിട്ടി കാണും, പക്ഷേ he was very prompt എന്നിട്ട് എനിക്ക് റിപ്ലൈ ചെയ്തിരുന്നത്. സോ ലൈക്ക് ദാറ്റ് വി തോട്ട് വി ഷുഡ് ഹാവ് എ ഡിന്നർ ഫോർ ഹിം. ആൻഡ് കുറേ ഞാനിപ്പോൾ റസൂലിൻ്റെ പടങ്ങളൊക്കെ കാണുമ്പോൾ യു പേ മോർ അറ്റൻഷൻ ടു ദ സൗണ്ട് ഡിസൈൻ ആൻഡ് എവറിത്തിങ്. അപ്പോൾ അന്ന് ആ കാലത്ത് നമ്മൾ ടെക്നിക്കലി അത്രയൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കില്ലായിരുന്നു. ബട്ട് നൗ ബിക്കോസ് റസൂൽ അറിയാവുന്ന സ്ഥിതിക്ക് അത് കുറച്ചും കൂടി അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്നിട്ട് ഞാൻ ഡിസ്കസും ചെയ്യും. ഇപ്പോൾ റസൂലിൻ്റെ ഏതെങ്കിലും പടം ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ വിളിച്ച് പറയും മൈ ഫീഡ്ബാക്ക്, ജസ്റ്റ് എൻ ഓണസ്റ്റ് ഫീഡ്ബാക്ക്. സോ ഇറ്റ്സ് നൈസ്. ആൾക്കാർ വല്ലതും ഐ തിങ്ക് നമ്മൾ വല്ലതും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓർ യു ആർ അവാർഡഡ് ഫോർ വാട്ട് എവർ യുവർ വർക്ക് ഇസ്, ഒരു രണ്ട് സെക്കൻഡ് വേണ്ടി വിളിച്ചിട്ട് നമ്മളൊന്ന് കോൺഗ്രാറ്റുലേഷൻസ് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ടച്ചസ് യു ക്വൈറ്റ് എ ലോട്ട്. മാത്രമല്ല ഇപ്പം റസൂൽ തിരിച്ചും കൺഗ്രാറ്റുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ സ്വഭാവമൊക്കെ ഇതുപോലെ തന്നെ ഞാനിങ്ങനെ പറയുമ്പോൾ ഗേളിഷ് ഇല്ല, ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പം ജനറലി ഇല്ല, ഹസ്ബൻഡ് ഇസ് ഓൾസോ വെരി സ്ലിം, അതാണ് പ്രോബ്ലം. സോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല. ഇച്ചിരി ഒന്ന് വണ്ണം കൂടി എൻ്റെ ഹസ്ബൻഡ് പറയാം ഇപ്പൊ കണ്ട ദാരാസ് ഇങ്ങനെ പോലെ ഉണ്ട് അങ്ങനെ പറയും ചിലപ്പോഴൊക്കെ. ബട്ട് നോട്ട് റിയലി. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ ഹൗ ഇസ് ഇറ്റ് ദാറ്റ് യു ആർ സ്റ്റിൽ വെരി എനർജറ്റിക് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പം ഹസ്ബൻഡ് നീ ചുമ്മാ പറഞ്ഞാൽ മതി, ഐ കീപ് യു വെരി ഹാപ്പി, ബസ് അത് മാത്രം മതി. ഒരുപാട് നുണ പറയിപ്പിക്കുന്നുണ്ടല്ലേ? നുണ പറയിപ്പിക്കുന്നുണ്ട്. സോ അതല്ലാതെ ഐ തിങ്ക് ഇറ്റ് ഇസ് ജസ്റ്റ് പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്നത്. ഞാൻ ചെറുപ്പത്തിലേ അങ്ങനെയായിരുന്നു. അല്ല, ഇത് ആരോ പറഞ്ഞ പെഡിഗ്രിയാണ്. ഒരു 70%, ബാക്കി 30% യുവർ ഹാർഡ് വർക്ക്.